കഴിഞ്ഞ പ്രാവശ്യം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയപ്പം ഒരുപാട് കമൻറ്റ് വന്നു. കമൻറ്റ് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് പ്രശ്നമായി എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിശദമായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നെയ്യൊന്നും ഇട്ടിട്ടില്ല, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്ത്, മാങ്ങയുടെ കഷ്ണം ഇട്ട് കൊടുത്തു, പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ഇച്ചിരി ശർക്കരയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. വെന്ത ശേഷം ഞാനിവിടെ തേങ്ങ, ജീരകം, അതുപോലെ മഞ്ഞൾപ്പൊടി, ഉള്ളിയൊന്നും ഇട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ അതിടാൻ പാടില്ല, ഇതിടാൻ പാടില്ല, അങ്ങനത്തെ കുറേ കമൻറ്റ്സ് വരും. എനിക്കറിയാം പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഞാൻ തന്നെ ഒരുപാട് റെസിപ്പി കണ്ടു കേട്ടോ. അപ്പോൾ തേങ്ങ എന്ന് വെന്ത ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഞാൻ ഈ കട്ട തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആയിക്കോളൂ. പിന്നെ കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് വറുത്തെടുത്തു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്. ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട്. എന്തായാലും ഞാനിതാ അതും കൂട്ടി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.